മോളെ നിക്ക്. വാ. കുമ്പളം വർക്കിയുടെ ലോക്കൽ ചാനൽ തൊട്ട് മാമച്ചായന്റെ കേരള ചാനൽ വരെ ഉണ്ടല്ലോ. രാവിലെ തന്നെ ഇങ്ങ് പോന്നു അല്ലേ? സർ കോടതിയിലേക്കല്ലേ? അല്ല, മകളുടെ ആദ്യ കുർബാനയാ. കുടുംബമായിട്ട് പള്ളിയിലൊന്ന് പോകാന്ന് വിചാരിച്ചു. രാഖി പീഡന കേസിന്റെ വിധി പ്രോസിക്യൂഷൻ അനുകൂലമായിരിക്കുമോ? അത് തീരുമാനിക്കേണ്ടത് കോടതിയല്ലേ. എന്താണ് സാർ കയ്യിൽ? എവിഡൻസ് വല്ലതുമാണോ? ഇത് കിച്ചൺ വേസ്റ്റാ. മാലിന്യ സംസ്കരണം കൊച്ചിയിലൊരു വലിയ പ്രശ്നമാണല്ലോ. ഒന്ന് മാറിയാൽ എനിക്ക് എവിഡൻസ് ഈ ബോക്സിൽ നിക്ഷേപിക്കാമായിരുന്നു. കാണാം. അവര് രാവിലെ തന്നെ വന്നതല്ലേ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? KLH 5858 വെള്ള അംബാസഡർ കാറിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്ന് ക്യാമറാമാൻ വേണുവിനോടൊപ്പം ആരെങ്കിലുമൊക്കെ അങ്ങ് റിപ്പോർട്ട് ചെയ്യേ. എന്താ പോരെ? ഡാഡി, എന്റെയും മമ്മിയുടെയും പേരും കൂടി പറയാമായിരുന്നു. ജോർജ് സർ. മീഡിയ എത്തിയല്ലേ? എത്തി സർ. എന്തുണ്ടാക്കാനായി ഒരു കാലത്ത് ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? എനിക്കൊന്ന് പള്ളി പോണം. ജോർജ്. ശരി സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നാളെ നടക്കാൻ പോകുന്ന മന്ത്രിസഭാ പുനഃസംഘടനയിൽ സാറിന്റെ പേരും കേൾക്കുന്നുണ്ടല്ലോ. എന്തായാലും ഏറ്റുമാനൂർ ഒരു മന്ത്രിയെ കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. തീരുമാനം വരട്ടെ. സാറിന്റെ യാത്ര തിരുവനന്തപുരത്തേക്ക്. എന്നതാ സംശയം? സാർ, രാഖി പീഡന കേസിന്റെ അവസാനഘട്ട വിസ്താരം ഇന്നാണല്ലോ. ആണോ ജോർജ്? മാറിക്കേ. സർ, നിരവധി പേരുടെ ക്രൂര പീഡനത്തിനിരയായി കഴിഞ്ഞ 6 മാസമായി കോമ സ്റ്റേജിൽ ഹോസ്പിറ്റലിലാണ് പെൺകുട്ടി. ആ കുട്ടിയുടെ അവസ്ഥയിൽ എനിക്ക് ദുഃഖവുമുണ്ട്, സഹതാപവുമുണ്ട്. അവര് പീഡിപ്പിക്കപ്പെട്ടതാണോ അതോ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണോ ഒക്കെ അറിയാനിരിക്കുന്നതല്ലേ ഉള്ളൂ. ഇതിനിപ്പോ ഞാൻ എന്നാ അഭിപ്രായം പറയാനാ? വണ്ടി എടുക്കറിച്ചാടെ. അല്ല, സാറിനെതിരെ പിതൃത്വം ആരോപിച്ചു വന്ന കുട്ടിയാണല്ലോ രാഖി. ആ കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് പറയേണ്ടത് ആ കൊച്ചിന്റെ അമ്മയാ. പക്ഷെ കഷ്ടകാലത്തിനകത്ത് അവളെ ചത്തുപോയി. പിന്നെ എന്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ടേ ഞാൻ DNA ടെസ്റ്റിന് വരെ തയ്യാറായതാന്നേ. എന്നിട്ട് അതിന് തീയതി നിശ്ചയിച്ചു. അതിനിടയിലല്ലോ ആ കൊച്ചു പോയി വേണ്ട അതിനകത്തിലൊക്കെ ചാടിയേ. DNA ടെസ്റ്റ് ഇനിയും ആകാലോ? ആ പാവ കൊച്ച് ഒന്ന് എഴുന്നേറ്റ് നടന്നോട്ടെ, എന്നിട്ട് പോരെ നിങ്ങളുടെ ഈ DNA ടെസ്റ്റും പറ്റും. അല്ല സർ. ലേഖ, നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്റെ വീട്ടിൽ വെച്ച് എന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ചാണെന്ന് ഓർക്കണം. ഞാനൊരു മനുഷ്യനാണ്. വണ്ടി വിടണോ? സാറിന്റെ ഭാര്യ നിൽക്കുന്നു. മാഡം ഒന്ന് സംസാരിക്കാം. അവൻ പോയല്ലേ? ഒരു പൊന്നു തമ്പുരാനും പൊറുക്കാൻ പറ്റാത്ത പാവങ്ങളാ അവൻ ചെയ്തു കൂട്ടുന്നത്. പണത്തിനും കസേരയ്ക്കും വേണ്ടി പാഞ്ഞു നടക്കുന്ന അവന് സ്വന്തം ചോരയെ പോലും തിരിച്ചറിയാൻ കഴിയൂല. എന്റെ വയറ്റിൽ തന്നെ വന്ന് കുരുത്തല്ലോ ആ പാവി. മോളുടെ കാര്യം ഓർക്കുമ്പോഴാ അമ്മച്ചിക്ക് പേടി. എന്റെ കാലം കഴിഞ്ഞ എനിക്കൊന്ന് പള്ളി പോണം അമ്മച്ചി, പ്രാർത്ഥിക്കണം. എന്താണോ നമ്മുടെ വക്കീലിന്റെ നിലപാട്? വക്കീലും വർമാജി പുറത്തുണ്ട്. അവര് സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ ഫോൺ അവർക്ക് കൊടുക്കാം. ഞമ്മളെ പോരാം. അതോളാണെന്ന് സാലി. വക്കീലേ, വക്കച്ചനാ ഫോൺ സ്പീക്കറിലാണ്. പറ വക്കീലേ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. 99% കേസ് നമ്മൾ വിജയിച്ചിരിക്കും. പോരാ, 1% പോലും ബാക്കി വെക്കാൻ പാടില്ല. മനസ്സിലായോ? ആ റിപ്പോർട്ട് മോളെ ലേഖയുടെ ചോദ്യങ്ങളിലെ ഞാൻ ചില ദുസൂചനകൾ കണ്ടു. ഓള് കോട്ടയത്തെത്തിയില്ലല്ലേ? ഓളും അഡ്വക്കേറ്റും മാത്രം കൂടിയിട്ട് എന്തെല്ലോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന രഹസ്യം വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മാത്തനാളൊരു പോഴന. എന്നാലും നന്നായിട്ടൊന്ന് സ്കാൻ ചെയ്തേച്ച് അയാളെ കോടതിയിലേക്ക് വിട്ടാ മതി. ആരാ? വക്കച്ചനാന്നോ? ഓം വക്കച്ചനല്ലോടോ പ്രതാപ, കച്ചനാ. ഓന എല്ലാത്തിനും കാരണക്കാരൻ. എല്ലാ റാമ്പറപ്പുണ്ടാക്കിയത് ആ പോനാ. എന്നിട്ട് പെട്ടതോ എന്റെ അനിയനും പാവ ഈ വർമാജിയുടെ മോനും. അത് വക്കച്ചന്റെ കൂടെ കൂടിയിട്ടല്ലേ? ആ പിള്ളേരില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് അകത്താ. പെൺകൊച്ചിന് വയസ്സ് 16. പീഡനം ഈ SP എന്ന സർവീസിൽ ഉണ്ടായതുകൊണ്ട് FIR ചില തിരിമറികൾ നടത്തി കാരണം വക്കച്ചൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അയാളൊന്നും അകത്താ. അതിന് ഇനിയും വൈകിട്ടില്ല. ഇവളാളൊരു വലാലാണല്ലോ. താനെന്താടോ ആലോചിക്കുന്നത്?
എന്തിനാണ് ആ വലിയൊക്കെ കൊച്ചിയിൽ നിൽക്കാതെ അങ്ങ് കോട്ടയത്തേക്ക് പോയത് MLA കാണാൻ? നോക്ക് ടോമിച്ച, അന്റെ പിള്ളേരെ കൊണ്ട് ആ വക്കീലിനെ നല്ലോണം സ്കാൻ ചെയ്യണം. സ്കാനിങ് നടക്കുക, പിള്ളേരുടെ പിന്നില്. ഹായ് മനു. ഓ ഓ ഓ ഓ വേണ്ട വേണ്ട, പോവാം പോവാം പോവാം. ഇവിടെ ഭയങ്കര കരച്ചിലാണല്ലോ. എന്ത് പറ്റി? ടയർഡായി കാണും, യാത്രയല്ല. നീ ഇന്ന് മാർട്ടിന്റെ ഭാര്യയോട് സംസാരിച്ചു? എന്തായിരുന്നു അവളുടെ ബ്രദറിന്റെ പേര്? ആ, ടോണിയോടും അയാളുടെ അപ്പച്ചനോടും ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷെ ക്യാഷിന്റെ കേസിൽ രണ്ടുപേരും പഴയ സ്റ്റാൻഡിൽ തന്നെയാ. 75 lakhs. എപ്പോ വേണമെന്നാ പറയുന്നത്? 3 o'clock. എനി പ്രോബ്ലം? ക്യാഷ് നീ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലേ? ബാങ്ക് ത്രൂ അല്ല, വേറൊരു വഴിക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതേത് വഴിക്കാ? ഏയ് മാത്യു സർ. ഹായ് അഭിരാമി. തന്റെ പുസ്തകം മരം പെയ്യുമ്പോൾ അവാർഡ് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായി. ഡൽഹി എന്നുള്ള ഇൻഫർമേഷൻ അങ്ങനെയാ. പിന്നെ ഞാനും ഒരുപാട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അവാർഡ് കിട്ടാൻ വേണ്ടി ആരും ശ്രമിക്കണ്ട. അങ്ങനെയുള്ള ഒരു അവാർഡ് ഞാൻ വേണ്ടാന്ന് വെക്കും. ഞാനത് വെറുതെ പറഞ്ഞതാ. പിന്നെ ഫസ്റ്റ് എഡിഷൻ തീരാറായി. ഇപ്പൊ തന്നെ നല്ല റീച്ചാ ബുക്കിന്. ഇനി ഒരു അവാർഡ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാ കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ എഗ്രിമെന്റ് ഒക്കെ ഒന്ന് പുതുക്കി റോയൽറ്റി ഫിക്സ് ചെയ്യണ്ടേ? ഏയ് ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ ഇപ്പൊ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ. എന്റെ ബുക്കിന്റെ പബ്ലിഷറാ കുന്നേൽ മാത്യൂസ്. ആളൊരു കൊച്ചു കുറുക്കനാ. മൂപ്പര് കുറച്ചുകാലായിട്ട് ഇതിന്റെ പുറകെ ഉണ്ട്. ഇതിന്റെ റോയൽറ്റി മൊത്തമായിട്ട് അങ്ങ് വാങ്ങാൻ. ഈ കുറുക്കനും ചെന്നായിയും കഴുകനും ഒക്കെ ഞങ്ങളുടെ ഫീൽഡിലും ഉണ്ട്. കേട്ടിട്ടില്ലേ? സാംസ്കാരിക ഭീകരന്മാർ. ആയല്ലേ പറ്റൂ, പ്രത്യേകിച്ചും ജീവിതം ഒറ്റയ്ക്കാവുമ്പോ. എന്നാ അത് അവസാനിപ്പിച്ചൂടെ ഒറ്റയ്ക്കുള്ള ജീവിതം?